Here is the profile of Satyajit Ray. Satyajit Ray was born on May 2nd, 1921, Calcutta in India. He died on April 23rd in 1992, that also was in Calcutta. He was a Bengali motion picture director, writer and illustrator who brought the Indian cinema to world recognition with Pader Panjali. 1955, The Song of the Road. 1955 പദേർ പാഞ്ചാലി എന്ന സിനിമയിലൂടെ ഇന്ത്യൻ സിനിമയെ ലോക അംഗീകാരം നേടിക്കൊടുത്ത ഡയറക്ടറാണ് സത്യജിത് റേ. He was an Indian filmmaker who worked prominently in Bengali cinema. അദ്ദേഹം കാര്യമായിട്ട് വർക്ക് ചെയ്തത് ബംഗാളി സിനിമകളിലാണ്. His cinematic heritage has belonged to both India and the world. He left behind a legacy of some amazing filmmaking skills that have no match. ഇദ്ദേഹത്തിൻ്റെ ഫിലിം മേക്കിംഗ് സ്കില്ലിനെ മാച്ച് ചെയ്യാൻ മാത്രം ടാലൻ്റുള്ള ഫിലിം മേക്കേഴ്സ് ഉണ്ടായിട്ടില്ല. His cinema is a rare blend of emotions and intellect, where he perfectly balances sorrow and happiness along with deep observance. ഇദ്ദേഹത്തിൻ്റെ സിനിമകളിൽ വളരെ റെയറായിട്ട് നമുക്ക് കിട്ടുന്ന സിനിമകളാണ്. കാരണം അതിലെന്തെല്ലാം ഉണ്ട്, ഹ്യൂമൻ ഇമോഷൻസ് ഉണ്ട്, മനുഷ്യന്മാരുടെ വികാരങ്ങളും വിചാരങ്ങളും അതുപോലെ തന്നെ സന്തോഷവും സന്താപവും എല്ലാം ഒരുപോലെ ബാലൻസ് ചെയ്ത് വളരെ ഡീപ്പായിട്ട് ലൈഫിനെ നിരീക്ഷിക്കുന്ന തരത്തിലുള്ള സിനിമകളാണ് അദ്ദേഹം ഉണ്ടാക്കിയത്. സത്യജിത് റേ ഹാഡ് ടു സ്ട്രഗിൾ എ ലോട്ട് ഇൻ ഹിസ് ചൈൽഡ്ഹുഡ് ആസ് ഹിസ് ഫാദർ പാസ്ഡ് അവേ വെൻ ഹി വാസ് ജസ്റ്റ് 3 years old. അദ്ദേഹത്തിന് 3 വയസ്സായ സമയത്ത് അദ്ദേഹത്തിൻ്റെ അച്ഛൻ മരിച്ചു. അങ്ങനെ അദ്ദേഹത്തിന് ചെറുപ്പകാലത്ത് ഒരുപാട് സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. His grandfather was a writer and illustrator, and his father, Sukumar Ray, was a writer and illustrator of Bengali nonsense verse. അദ്ദേഹത്തിൻ്റെ അച്ഛനും മുത്തച്ഛനും എല്ലാം എഴുത്തുമായി ബന്ധപ്പെട്ട ഇല്ലസ്ട്രേറ്റർ എന്ന് പറഞ്ഞാൽ ഈ പുസ്തകങ്ങൾക്കൊക്കെ വേണ്ടി വരച്ചു കൊടുക്കുന്ന, ഡ്രോ ചെയ്ത് കൊടുക്കുന്ന, ഡിസൈൻ ചെയ്ത് കൊടുക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ ഇല്ലസ്ട്രേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇവരെ ഗ്രാൻഡ് ഫാദറും ഫാദറും എല്ലാം ഇല്ലസ്ട്രേറ്റേഴ്സും റൈറ്റേഴ്സും ആയിരുന്നു. ഹി വാസ് പോപ്പുലർലി കോൾഡ് മനിക് ഡ ആസ് എ സൈൻ ഓഫ് റെസ്പെക്ട്. Ray grew up in Calcutta and was looked after by his mother. He entered a government school where he was taught chiefly in Bengali and then studied at Presidency College, Calcutta's leading college, where he was taught in English. By the time he graduated in 1940, he was fluent in both languages. അങ്ങനെ സത്യജിത് റേയുടെ അമ്മയാണ് വളർത്തിക്കൊണ്ടുവന്നത്. അവർ അദ്ദേഹത്തെ ബംഗാളി ലാംഗ്വേജിൽ പഠിപ്പിക്കുന്ന ഗവൺമെൻറ് സ്കൂളിൽ ചേർത്തു. അതിൻ്റെ ശേഷം അദ്ദേഹത്തെ പ്രസിഡൻസി കോളേജ്, കൽക്കട്ടയിലെ തന്നെ ലീഡിംഗ് കോളേജായ പ്രസിഡൻസി കോളേജിൽ ചേർത്തു. അവിടെ ഇംഗ്ലീഷിലാണ് പഠിപ്പിച്ചിരുന്നത്. അങ്ങനെ 1940 ഇദ്ദേഹം ഗ്രാജുവേറ്റായി പുറത്തിറങ്ങുന്ന സമയത്തിന് അദ്ദേഹത്തിന് 2 ലാംഗ്വേജുകളിൽ അദ്ദേഹം വളരെ ഫ്ലുവൻ്റ് ആയിരുന്നു, ബംഗാളിയിലും ഇംഗ്ലീഷിലും. In 1940, his mother persuaded him to attend art school at Shantiniketan, Rabindranath Tagore's rural university, northwest of Calcutta. രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ ശാന്തിനികേതൻ എന്ന് പറയുന്ന ആർട്ട് സ്കൂളിൽ ഇദ്ദേഹത്തിൻ്റെ അമ്മയുടെ നിർബന്ധപ്രകാരം ഇദ്ദേഹം ജോയിൻ ചെയ്തു. There, Ray, whose interest had been exclusively urban and western oriented, was exposed to Indian and other Eastern art, gained a deeper appreciation of both Eastern and Western culture, a harmonious combination that is evident in his films. അപ്പോൾ റേക്ക് സത്യജിത് റേൻ്റെ ഇൻട്രസ്റ്റ് വെസ്റ്റേൺ കൾച്ചറിലും വെസ്റ്റേൺ ലൈഫ് സ്റ്റൈലിലും വെസ്റ്റേൺ ഓറിയൻറ്റഡ് കാര്യങ്ങളിലായിരുന്നു അദ്ദേഹത്തിന് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നത്. പക്ഷെ അദ്ദേഹം ജോയിൻ ചെയ്തത് ഈസ്റ്റേൺ കൾച്ചറും ഈസ്റ്റേൺ ആർട്ടും ഒക്കെ പഠിക്കുന്ന
സ്കൂൾ ഓഫ് ആർട്ടിലാണ്. ഇത് അദ്ദേഹത്തെ ബെനിഫിറ്റ് ചെയ്യുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ സിനിമകളിൽ റിഫ്ലക്റ്റ് ചെയ്തു എന്ത് കോമ്പിനേഷൻ ഓഫ് ബോത്ത് ഈസ്റ്റേൺ ആൻഡ് വെസ്റ്റേൺ ആർട്ട്. He worked in a British-owned advertising agency in 1943 and also worked as a commercial illustrator for a publishing house, and he became a leading Indian typographer and book jacket designer. ബുക്ക് ജാക്കറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമലി ചില ഡിക്ഷണറികൾക്ക് അല്ലെങ്കിൽ നല്ല കടുകട്ടിയുള്ള പുസ്തകങ്ങളുടെ മേലെ ഒരു കവറിങ് പോലെ വരാറില്ലേ, ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്യാൻ പറ്റുന്ന, അതാണ് ബുക്ക് ജാക്കറ്റ്. അങ്ങനെ അദ്ദേഹം ഒരു ലീഡിങ് ഇന്ത്യൻ ടൈപ്പോഗ്രാഫറും ബുക്ക് ജാക്കറ്റ് ഡിസൈനറുമായി. അമംഗ് ദ ബുക്സ് ഹി ഇല്ലസ്ട്രേറ്റഡ്, അദ്ദേഹം ഇല്ലസ്ട്രേറ്റ് ചെയ്ത ഒരു പുസ്തകങ്ങളിൽപ്പെട്ട ഒന്നായിരുന്നു ദ നോവൽ പദർ പാഞ്ചാലി ബൈ വിഭൂതിഭൂഷൺ. Cinematic possibilities of the novel began to intrigue Ray. ഈ പുസ്തകത്തിൻ്റെ, ഈ നോവലിൻ്റെ സിനിമാറ്റിക് പോസിബിലിറ്റീസ് റേനെ വല്ലാണ്ട് ഇത് സിനിമ പിടിക്കാനുള്ള ആഗ്രഹമുള്ളവനാക്കി. In 1949, he was encouraged in his ambition by the French director Jean Renoir, who was then in Bengal to shoot The River. അപ്പം ആ സമയത്ത് 1949 ഫ്രഞ്ച് ഡയറക്ടർ ജീൻ റെനോർ അദ്ദേഹത്തിൻ്റെ ദ റിവർ എന്ന് പറയുന്ന സിനിമ ബംഗാളിൽ പിടിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. ആ സമയം അദ്ദേഹം സത്യജിത് റേയെ എൻകറേജ് ചെയ്തു. ദ ബൈസിക്കിൾ തീഫ് വിച്ച് വാസ് released in 1948 by Vittorio De Sica was an inspiration for him to attempt Padar Panchali. Its downbeat story, its economy of means, location shooting with non-professional actors, etc. added to it. എന്താണെന്ന് വെച്ചാൽ സത്യജിത് റേ ഈ ഫിലിം എടുക്കണം എന്നുള്ള വല്ലാത്ത ആഗ്രഹത്തോടു കൂടി നടക്കുന്ന സമയത്താണ് ദ ബൈസിക്കിൾ തീഫ് എന്ന് പറയുന്ന സിനിമ റിലീസാവുന്നതും അദ്ദേഹം ആ സിനിമ കണ്ടിട്ട് ആ സിനിമയിൽ അതിൻ്റെ സ്റ്റോറിയും അതുപോലെ തന്നെ ലൊക്കേഷനിലുള്ള നോൺ പ്രൊഫഷണൽ ആയിട്ടുള്ള ആക്ടേഴ്സിനെ കൊണ്ടുള്ള ഫിലിമൊക്കെ കണ്ടപ്പം ഇദ്ദേഹത്തിന് ഈ ഫിലിം ചെയ്യണമെന്ന് തന്നെയായി. ഹിസ് ഫസ്റ്റ് ഫിലിം പദർ പാഞ്ചാലി വാസ് കംപ്ലീറ്റഡ് ഇൻ 1955. ഇറ്റ് ടുക്ക് 2.5 years to complete. Turned to be a commercial and tremendous critical success. അപ്പോൾ പദേർ പാഞ്ചാലി ഇദ്ദേഹം ചെയ്യാനിരിക്കുന്ന സമയത്ത് ഒരുപാട് ക്രിറ്റിസിസം അദ്ദേഹം കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഫിനാൻഷ്യലായിട്ട് ഇദ്ദേഹത്തിന് ആരും പ്രൊഡ്യൂസേഴ്സ് ഒന്നും സപ്പോർട്ട് ചെയ്തിരുന്നില്ല. കാരണം വളരെ സാധാരണക്കാരായ ആൾക്കാരെ വെച്ച് വളരെ സാധാരണയായ ഒരു സ്റ്റോറിയാണ് ഇദ്ദേഹം ചെയ്തത്. പക്ഷേ ഈ സ്റ്റോറി ചെയ്തതോടുകൂടി ഈ സ്റ്റോറി എന്തായി, ടേൺഡ് ടു ബി എ കൊമേഴ്ഷ്യൽ ആൻഡ് ട്രെമൻഡസ് ക്രിട്ടിക്കൽ സക്സസ്, വളരെ വലിയൊരു സക്സസ് ആയി മാറി. Some of Ray's finest films were based on novels or other works by Rabindranath Tagore, who was the principal creative influence on the author. രവീന്ദ്രനാഥ് ടാഗോർ ആണ് സത്യജിത് റേയെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്ത പേഴ്സൺ. among such works, അദ്ദേഹത്തിൻ്റെ വർക്കുകളും ഇദ്ദേഹം ഫിലിംസ് ആക്കിയിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ചാരുലത, ടീൻ കന്യ, The Home and the World. Charulata in the year 1964, which is named as The Lonely Wife. Teen Kanya, Three Daughters in 1961. The Home and the World in 1984, etc. His humor is particularly evident in the comedy Parash Pantar, that is published in 1957, Philosopher's Stone, and in the Obi Gaine Bhaga Baine in 1969, The Advantage of Gobi and Bhaga. The songs composed by Ray for his films are among his best known contribution to Bengali culture. ബംഗാളി കൾച്ചറിലേക്ക് അദ്ദേഹം കോൺട്രിബ്യൂട്ട് ചെയ്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളിൽ ഒന്നുകൂടിയുണ്ട്. എന്താണ് അദ്ദേഹത്തിൻ്റെ സോങ്സ്. ഓക്കെ, ഇറ്റ് വാസ് ആഫ്റ്റർ മേക്കിംഗ് Piku that he fell ill with heart disease. He returned to the subject of corruption in society. Ganashatru in 1989, An Enemy of the People.
The characters of the time represent the facet of Ray's own personality, defiantly protesting against the intellectual and moral decay of his beloved Bengal. അങ്ങനെ അദ്ദേഹത്തിന് അസുഖം വരികയും ഹാർട്ട് ഡിസീസ് വരികയും അദ്ദേഹം പിന്നെ എഴുത്തിലാണ് കോൺസെൻട്രേറ്റ് ചെയ്തത്. അദ്ദേഹത്തിൻ്റെ ആ സമയത്തുണ്ടായിരുന്ന എഴുത്തിൽ മുഖ്യമായിട്ടുണ്ടായിരുന്ന കാര്യങ്ങൾ ഈ സമൂഹത്തിലുണ്ടാകുന്ന ഇൻ്റലക്ച്വൽ ആൻഡ് മോറൽ ഡീക്കെ, വാല്യൂ ഇല്ലാതെ വിലയില്ലാതാവുന്ന സമൂഹത്തിലെ ധാർമ്മികതക്കൊന്നും വിലയില്ലാണ്ടായി തുടങ്ങുന്നതിനെ കുറിച്ചും അതിനെതിരായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ശബ്ദമായിരുന്നു അദ്ദേഹത്തിൻ്റെ വർക്കുകളിൽ റിഫ്ലക്റ്റ് ചെയ്തിരുന്നത്. He established a parallel career in Bengal as a writer and an illustrator. He revived children's magazine Sandesh. കുട്ടികളുടെ മാഗസിൻ സന്ദേശ് എന്നു പേരുള്ള മാഗസിൻ 1930 അദ്ദേഹത്തിൻ്റെ ഗ്രാൻഡ് ഫാദർ സ്റ്റാർട്ട് ചെയ്തതായിരുന്നു. അത് അദ്ദേഹം റിവൈവ് മീൻസ് എഡിറ്റ് ചെയ്യാൻ അദ്ദേഹമാണ് എഡിറ്റ് ചെയ്തിരുന്നത്. ആൻഡ് എഡിറ്റഡ് ഇറ്റ് അണ്ടിൽ ഹിസ് ഡെത്ത് ഇൻ 1992. അദ്ദേഹം മരിക്കുന്നത് വരെ അദ്ദേഹമാണ് അത് എഡിറ്റ് ചെയ്തത്. ഹി റോട്ട് ന്യൂമറസ് സ്റ്റോറീസ് ആൻഡ് നോവലാസ്. ഹിസ് സ്റ്റോറീസ് ഹാവ് ബീൻ ട്രാൻസ്ലേറ്റഡ് ആൻഡ് പബ്ലിഷ്ഡ് ഇൻ യൂറോപ്പ് ആൻഡ് ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആൻഡ് എൽസ്വെയർ. സം ഓഫ് റേസ് റൈറ്റിംഗ് ഓൺ സിനിമ ആർ കളക്റ്റഡ് ഇൻ അവർ ഫിലിംസ് ദെയർ ഫിലിംസ്. അദ്ദേഹത്തിൻ്റെ സിനിമയെക്കുറിച്ചുള്ള ചില റൈറ്റിങ്സ് കളക്ട് ചെയ്തിരിക്കുന്നത് അവർ ഫിലിംസ് ആൻഡ് ദെയർ ഫിലിംസ് എന്ന് പറയുന്ന കളക്ഷനിലാണ്. ഹി റിസീവ്ഡ് ന്യൂമറസ് അവാർഡ്സ് ആൻഡ് ഹോണേഴ്സ് ഇൻക്ലൂഡിംഗ് ഇന്ത്യാസ് ഹയസ്റ്റ് അവാർഡ് ഇൻ സിനിമ, ദാറ്റ് ഈസ് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് ഇൻ 1984, ഭാരത് രത്ന ഇൻ 1992. ഹി റിസീവ്ഡ് honorary Academy Award in 1992, becoming the first Indian to receive an honorary Oscars. അദ്ദേഹമാണ് ആദ്യമായിട്ട് ഇന്ത്യയിൽ ഓസ്കാർ നേടിയത്. He was awarded Legion of Honor by the President of France in 1987. പദർ പാഞ്ചാലി won him 11 international awards. പദർ പാഞ്ചാലിക്ക് അദ്ദേഹം 11 international awards വാങ്ങിച്ചിട്ടുണ്ട്. Satyajit Ray reflected his time on his camera. So this is the profile of Satyajit Ray. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. ഇതുപോലത്തെ ഉപകാരമുള്ള വീഡിയോകൾക്കായി മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക, അതിൽ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ ക്ലിക്ക് ചെയ്യുക. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്.